എൻ്റെ ബോഗമില്ല കളക്ഷൻ തുടങ്ങിയ ആദ്യത്തെ നാൾ, അതായത് ഒരു 18 വർഷം മുമ്പ് ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഈ ഒരു ചെടി ഈ ഒരു ചട്ടിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ചിലപ്പോൾ മഴക്കാലത്തും പൂക്കളൊക്കെ തരും, പക്ഷേ ഇതിനകത്ത് ഇലകൾ ഉണ്ടാവാൻ പാടില്ല അധികം. ഇപ്പോൾ ഇതുപോലെ ഇലകൾ നിറഞ്ഞു നിന്ന ഒരു ചെടിയായിരുന്നു. ഞാൻ ഈ ഭാഗത്തേക്ക് ഇലകളൊക്കെ നുള്ളി ഊരി ഇങ്ങനെ കളഞ്ഞ് ഇതിൻ്റെ തണ്ടുമേന്ന് അങ്ങനെ കളഞ്ഞ് ഇവിടെ ഒന്ന് തണ്ട് മാത്രമായിട്ട് പൂക്കൾക്ക് വേണ്ടി ഒരുക്കിയപ്പോഴാണ് ഇവിടെ ഈ പൂത്തിരിക്കുന്നത് കേട്ടോ. അതേസമയം ഇല നുള്ളാത്ത ഭാഗം കണ്ടല്ലോ, ഇത് കണ്ടോ, ഇവിടെ പൂക്കൾ കുറവാണ്. നല്ല വെയിലുള്ളിടത്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടും ചില സമയത്ത് ഇതേപോലുള്ള ചെടികളിൽ ഇലകൾ കൂടിയാലും പൂക്കൾ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇലകൾ മാത്രമായിട്ട് നിൽക്കുന്ന ബോഗൻവില്ലകൾ ഉണ്ടെങ്കിൽ ആ ഇലകൾ ഒന്നും നുള്ളി കൊടുത്തോളൂ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു ബ്രസ്സ, ഈ ഒരു ചെടി, ഈ ബോഗൻവില്ല. ഇതേപോലെ ഞാൻ ഇവിടെ നിന്നൊക്കെ ഇലകൾ നുള്ളി കൊടുത്തതുകൊണ്ടാണ്, അതിൽ മാറ്റി കളഞ്ഞതുകൊണ്ടാണ്. ഉണ്ടോ, ഈ തണ്ട് മാത്രമായിട്ട് നിർത്തിയാൽ മതി. നമ്മൾ പൂക്കൾക്ക് കുറച്ച് കൂടുതൽ ഇവരെ എന്താ പറയുക, ഹാർഡാക്കണം, അല്ലെങ്കിൽ നമ്മൾ ചൂട് കൂടുതൽ കിട്ടുന്ന രീതിയിലാക്കണം. ഇപ്പോൾ ഇവിടെ നിറഞ്ഞതേ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെടികളിൽ പൂക്കളില്ലാതെ ഒത്തിരി പേര് പറയാറുണ്ട് വീട്ടിലങ്ങനെ പൂവുണ്ടാവുന്നില്ല എന്ന്. അങ്ങനെയുള്ളവർക്കൊരു ടിപ്സ് ആയിട്ട് പറഞ്ഞു തന്നാ കേട്ടോ. ചില വെറൈറ്റികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രശ്നം. ചിലപ്പോൾ തണലത്ത് മാത്രം വെക്കുന്ന ചെടികൾക്കും നിറച്ച് ഇലകളായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെയുള്ള ചെടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല വെയിലത്ത് വെച്ചിട്ടും പൂവുണ്ടാവുന്നില്ല എന്നുള്ള ചെടികൾക്കാണ് നമ്മൾ ഇതുപോലെ ഇല നുള്ളി കൊടുക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെയിലത്ത് വെച്ചിരിക്കുന്ന ചെടികളിൽ കുറച്ച് പൂക്കളുണ്ടാവാനുള്ള NPK കൂടി കൊടുക്കണം കേട്ടോ. ചുവട്ടിൽ നമ്മൾ ഇതേപോലെ വലിയ ചട്ടിയാണെങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് കിട്ടുന്ന ഒരു വളം മാത്രമല്ലേ നമ്മുടെ ഈ ചെടികൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 19 പോലെയുള്ള NPK 18 ആവാം, അങ്ങനെയുള്ള പൂക്കൾക്ക് കൊടുക്കുന്ന ബൂസ്റ്റ് നമുക്ക് ഇവർക്ക് സ്പ്രേ ചെയ്യുകയോ അതല്ലെങ്കിൽ ചുവട്ടിലിട്ട് കൊടുക്കുകയോ ചെയ്യണം കേട്ടോ. എന്നിട്ടും പൂ ഉണ്ടാവുന്നില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഇല നുള്ളുന്ന കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രസ്സയുടെ നമ്മുടെ ലാവൻഡർ ഷെയ്ഡ് ഇങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടോ? ബ്രസ്സയുടെ എനിക്കൊരു 3-4 വെറൈറ്റി ഉണ്ട് കേട്ടോ. അതിനകത്ത് ഏറ്റവും എനിക്കിഷ്ടമുള്ളതും എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ഉള്ളതും നമ്മുടെ ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റാത്തതുമായിട്ടുള്ള ഒരു സുന്ദരിക്കുട്ടി ഇവളാണ്. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ചട്ടി തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിച്ചോളൂ കേട്ടോ.